ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് മുഹബുള്ള ബീച്ചിലാണ്. ഒന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടുമൂന്ന് കൂട്ടുകാരായിട്ട് ബീച്ചിൽ പോയ ഒരു വ്ളോഗാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. സോ അങ്ങനെ നമ്മുടെ കൂടെ അരുൺ ബ്രോയുടെ ഒരു സുഹൃത്തും കൂടെ വരുന്നുണ്ട്. മീൻ പിടിക്കാൻ അറിയാത്ത ഞാനാണ് പുള്ളിയുടെ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ലൊരു ഓഫ് റോഡ് ആഗ്രഹിക്കുന്നവർ മുഹബുള്ള ബീച്ചിൻ്റെ അറ്റത്ത് വരികയാണെങ്കിൽ ഇതുപോലത്തെ ഓഫ് റോഡുകൾ നമുക്ക് എൻജോയ് ചെയ്യാം. ബൈക്ക് ഉണ്ടെങ്കിൽ പൊളിക്കായിരുന്നു. ഇതാണ് അവിടെ നിന്നുള്ള സൈഡിലത്തെ വ്യൂ. ഇതുവഴിയൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി വൈബായിരിക്കും. അങ്ങനെ നടന്ന് ഒടുക്കത്തെ നടത്തം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. മീൻ പിടിക്കാനുള്ള ലൊക്കേഷൻ. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർ നല്ല ഷൂ ഇട്ടുകൊണ്ട് വരിക. കാല് തന്നെ വീണ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആശുപത്രി പോലും ഇല്ല. സോ ബി കെയർഫുൾ. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം അരുൺ ബ്രോയും അവരും സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. കടൽ കണ്ടില്ലേ, കുളം പോലെ കിടക്കുന്നത്, ഒരു അലയും ഇല്ല, എന്ത് ശാന്തമായ കടൽ. അപ്പോൾ പുള്ളിക്കാരൻ ഏകദേശം സെറ്റാക്കി. എങ്ങനെയാണ് സംഭവം നോക്കുക, വെറുതെ വെച്ചെങ്കിൽ ഫിക്സ് ചെയ്താൽ മതിയല്ലേ. സൈഡിൽ കൂടെ കൊത്തിക്കൊണ്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് ബുദ്ധിപരമായി സൈഡിൽ നിന്ന് കഴിച്ചാലോ? നല്ല ബുദ്ധിയൊന്നും ഇതിനില്ല. വീടിൻ്റെ താമസം ഇതെല്ലാം കൂടെ വന്ന് നാട്ടിലത്തെ പോലെ. ഓക്കെ, കുഴപ്പമില്ല. ഇതും പിന്നെ അതല്ല ഈ കുഞ്ഞ് ഇതാ അതിനേക്കാളും വലുതാണോ? കുഴപ്പമില്ല, ഞാൻ അങ്ങനെ എടുത്തത്. സിസർ എന്തെയോ സിസർ ഉണ്ടോ? രണ്ട് കുഞ്ഞു ചൂണ്ടത് ഒരുപാട് വലുതും ഇതിൻ്റെ കൂടെ എന്നാണ് അറിയോ? ഇതിൻ്റെ കൂടെ ഒരു മീഡിയം ചൂണ്ടകളുണ്ട്. ആ ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. ആ മതി. ഓക്കെ, രണ്ട് പ്രൊഫഷണൽസിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. സോ നമ്മളങ്ങനെ ആദ്യം എടുത്തത് കണവയുടെ ഓരോ പീസുകൾ കട്ട് ചെയ്ത് അതാണ് ഫുഡായിട്ട് അതിൽ കൊരുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി വലിയ മീൻ കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ ആക്കാൻ പറ്റിയ ഞാൻ മാറിക്കണമെങ്കിൽ പറയണേ. അതിപ്പോൾ കാറ്റത്ത് നിൽക്കുന്നുണ്ട്. മാത്രം അത് തല്ലിയെടുക്കാം. ഇങ്ങനെ ഇതുണ്ടോ? ഇങ്ങനെ ഇങ്ങനെ ടൈറ്റായിട്ട് നിർത്താം. ആ 6 മണിക്കൂർ ഈ കൊത്തത്ത് പോകുന്നത്. 5-6 മണിക്കൂർ എത്ര നേരം ഇരിക്കണം? എത്ര നേരം ഇരിക്കണം? പിന്നെ പോകാമല്ലേ.
എനിക്ക് വേറെ പ്രോഗ്രാം ഒന്നുമില്ല ഇന്ന്. നമുക്ക് ഫുൾ അപ്പോയിൻമെൻറ്റ്സ് ആണ്. ഇതൊരു ഫോട്ടോഷൂട്ട് ഇപ്പോൾ ക്യാൻസൽ ആയിപ്പോയി. നാട്ടിൽ കുളത്തിൽ നിന്ന് നമ്മൾ മാനത്ത് കണ്ണി പിടിക്കുന്ന പോലത്തെ എളുപ്പമുള്ള പരിപാടിയല്ലെന്ന് മനസ്സിലായി. കാരണം ഏകദേശം 15 മിനിറ്റോളം അവർക്ക് എടുത്ത് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയ്ക്ക് മെനക്കേടാണ് ഗൈസ്. ഞങ്ങൾ വന്ന് കുറച്ച് നേരം ആയപ്പോഴത്തേക്ക് തന്നെ കുറേ ആൾക്കാർ വന്നു. പക്ഷേ അവർക്കൊക്കെ മീൻ കിട്ടുന്നുണ്ടായിരുന്നു. എന്തവസ്ഥയാണ് ഗൈസ്. എങ്ങനെ ഇടുന്നത്? പൊട്ടിച്ചിട്ടോ? ഇതിങ്ങനെ 5ാമത്തെ അറിയാൻ പോകുന്നത്. ഇതിലെങ്കിലും എന്തായാലും കൊത്തോ നോക്കാം. ഇത്രയും ദൂരം പോവല്ലേ? അങ്ങനെ നമ്മുടെ 5ാമത്തെ പ്രാവശ്യം ഫിഷിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പല മണിക്കൂറുകൾക്ക് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങൾ ഒരു മീൻ പിടിച്ചതൊരു വ്ളോഗാക്കി ഇടാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഗൈസ്. അതിന് വേണ്ടിയിട്ട് വേറൊരാൾക്കൊരു നല്ലൊരു മീൻ കുടുങ്ങിയെന്ന് തോന്നുന്ന കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ പുള്ളി മീൻ പിടിക്കുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നല്ല വലിയ മീനാണെന്ന് തോന്നുന്നു. കാരണം അത് കല്ലിൻ്റെ ഇടയ്ക്ക് കണ്ട് കുടുങ്ങിയിരുന്നിട്ട് പുള്ളി എടുത്തു വിടാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ആ ബാഗിന്റെ സൈഡിൽ ഇരിക്കണം. അത് ഒന്ന് ക്ലിപ്പ് ചെയ്തേക്കുമായിരിക്കും. അങ്ങനെ ഗൈസ് ഒരു 4-5 മണിക്കൂറുകൾ നമ്മളിവിടെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്ത് മീനൊന്നും കിട്ടിയില്ലെങ്കിലും നല്ല അടിപൊളി റിലാക്സേഷൻ ആയിരുന്നു. ഓക്കെ, അങ്ങനെ മീനുകൾക്കെല്ലാം നമ്മൾ അന്നദാനം കൊടുത്ത് ടയേർഡായിട്ട് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, മര്യാദയ്ക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ ഈ വ്ളോഗ് അവസാനിപ്പിച്ച് മീൻപിടുത്തം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതുപോലെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.